ഇതുപോലൊക്കെ തന്നെയാ വാസ്തവത്തിൽ ഇവിടെ കർത്താവ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം ആര് വരും? പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവിന് തന്നെ താമസിക്കാൻ വേണ്ടിയല്ല, ആരൊക്കെ കൂടെ താമസിക്കണം? പിതാവിനും പുത്രനും താമസിക്കണം. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്? ഒന്ന് നീറ്റാക്കിയിടും, അല്ലേ? അങ്ങനെ നീറ്റാക്കിയിട്ട് കഴിയുമ്പോൾ താമസിക്കാൻ കൊള്ളാമെന്നൊക്കെ അറിയുമ്പോൾ പിതാവും പുത്രനും കൂടെ വന്നിട്ട് പിന്നെ 3 പേരും കൂടെ അങ്ങ് താമസം തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഒരു താമസം തുടങ്ങുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം ക്ലെൻസിങ്. ഹോളി സ്പിരിറ്റ് വന്നിട്ട് എന്തോ ചെയ്യും? നമ്മളെ ക്ലെൻസ് ചെയ്യാണ്. ക്ലെൻസ് ചെയ്തെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് പുറകെ വരുന്നു. ആരൊക്കെ വരുന്നു? പിതാവ് വരുന്നു, പുത്രൻ വരുന്നു, എല്ലാവരും കൂടെ വന്ന് ഹോളി ട്രിനിറ്റിയുടെ ഒരു ആവാസ കേന്ദ്രമായി തീരും നമ്മൾ. അങ്ങനെ ആവാസ കേന്ദ്രമായി തീരുമ്പോഴത്തേക്ക് പിന്നെ എന്താ പ്രശ്നം? നമ്മൾ അവനെ ഈൽഡ് ചെയ്യുകയാണ്. അവൻ പിന്നെ ഒരു വീട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് ഒരു when I buy a house, when I start living there, പിന്നെ വീടിന് പ്രത്യേകിച്ചൊന്നും ഇല്ല. വീടൊന്നും, ആ വീട് പിന്നെ ആര് ഉപയോഗിക്കുകയാണ്? ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ ക്ലീൻ ചെയ്ത് പിതാവിനും പുത്രനും കൂടെ ഒന്ന് ഇരിക്കത്തക്ക രീതിയിൽ ഒന്ന് പരുവമാക്കി എടുത്തു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വന്ന് അങ്ങ് താമസം തുടങ്ങുകയാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്നിൽ അവന് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര രസകരമായ, എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പിതാവിനെയും പുത്രനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആര് വരണം? പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയുടെ അത്യന്താപേക്ഷികത ഉണ്ടായി വരുന്നത്. ഞാനൊരു ദിവസം ഇവിടെ ഹോളി സ്പിരിറ്റിന്റെ ആവശ്യത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനത് അതുപോലെ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു ഉപമയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാനന്ന് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ആ ഭാഗങ്ങൾ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 5 മുതലുള്ള 13 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ നേരത്തെ പഠിച്ചതായ 3 അപ്പം വായ്പ വാങ്ങുന്ന ഒരു സ്നേഹിതനെ കുറിച്ച് നമ്മളവിടെ കാണുന്നത്. അവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണെന്നറിയാമോ? 13-ാം വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത്. അത് വെച്ചാണ് എല്ലാവരും വലിയ പ്രസംഗങ്ങളെല്ലാം വിളമ്പുന്നതെല്ലാം. നന്മ എന്താ നന്മ എന്നറിയാൻ വയ്യാതെയാണ് പല സമയത്തും നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം, അല്ലേ? നന്മ വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. When you are filled with the Holy Spirit, that is the biggest thing that you can have from God. ദൈവത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്താണ്? പരിശുദ്ധാത്മാവ്. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സെയിം പാസേജ്, സെയിം വാക്യം യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത് ലൂക്കോസ് എഴുതുമ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും, ഇല്ലേ? എത്ര അധികം കൊടുക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ, ഇല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ട് ഒഴുകും. അവിടെ പറയുന്നത് എന്താണ്? അവിടെ വീണ്ടും പറയാണ്, അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറയുന്നത്. അന്ന് വരെ ആത്മാവ് വന്നിട്ടില്ലാതിരുന്നത് കൊണ്ട് അത് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ പറയുന്ന കാര്യം, ഇഫ് യു ആർ തേഴ്സ്റ്റി, നിങ്ങൾ ശരിക്കും ദാഹമുണ്ടെങ്കിൽ, ആ ദാഹവാസത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് വർത്തമാനം മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല. എന്താണ്? ഇറ്റ് ഈസ് ദി ഹാർട്ട് ക്രൈ ഓഫ് മാൻ. അതുപോലെയുള്ള ഇറ്റ് ഷുഡ് ബി എ ഹാർട്ട് ക്രൈ എന്ന ഹൃദയത്തിന്റെ കരച്ചിൽ. എന്തിനു വേണ്ടിയുള്ള കരച്ചിൽ? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ, ഇല്ലേ? ആത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ. ഇന്നിപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ ഇന്ന് കേൾക്കാനേ ഇല്ല, ഇല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഭൗതിക കാര്യങ്ങളിൽ ദൈവം പറയുന്നത് നിങ്ങൾ സംതൃപ്തരായിരിക്കണമെന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. യാതൊരു കാരണവശാലും ഭൗതികമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അതൃപ്തി ഉണ്ടാകാനായിട്ട് പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ കാര്യമുണ്ട്, അബ്ശാലോമിന്റെ കാര്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ. അബ്ശാലോം പോയത് ആരുടെ അടുത്താണ്? അസംതൃപ്തരായ ആളുകളുടെ അടുത്ത്. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തരായിരിക്കണമെന്നാണ്. പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കണം. ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എപ്പോഴും നമുക്കൊരു ദാഹം, എപ്പോഴും ഒരു വിശപ്പ്, എപ്പോഴും ഒരു കരച്ചിൽ, എപ്പോഴും ഏറ്റവും കൂടിയ, എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിനേക്കാൾ ഉപരിയായ ഒരു ആത്മീയ അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു അഭിവാഞ്ച, ആഗ്രഹം, കർത്താവിനോട് ചേരാനുള്ള വലിയ മോഹം. എൻ്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയായിത്തീരും. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത്, കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നോക്ക്, അപ്പോൾ അവിടെ ആത്മീയ കാര്യങ്ങളിൽ, ആത്മാവിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കണം? വലിയ ദാഹം ഉണ്ടായിരിക്കണം. ഭൗതിക കാര്യങ്ങളിൽ എപ്പോഴും സംതൃപ്തി ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രശ്നം ആത്മാവിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ സംതൃപ്തരാണ്.
വി ആർ വെരി മച്ച് ഹാപ്പി വിത്ത് വാട്ട് വി ആർ. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനകത്ത് നമ്മൾ വളരെ സംതൃപ്തരാണ്. ഭൗതിക കാര്യങ്ങൾ ജന്മം ചെയ്താൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തില്ല. ഇവിടെ ഇതിന്റെ പ്രോബ്ലം. ഇവിടെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ അപേക്ഷ. വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. ഈവൻ ജീസസ് വാസ് പ്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവ് അവന്റെ സ്നാന സമയത്ത് ലൂക്കോസിന് ശേഷം 3:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ സ്നാനമേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. എന്താ അതിന്റെ അർത്ഥം? അവൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പരിശുദ്ധാത്മാവിന് വേണ്ടി. ദൈവം അവന്റെ പ്രാർത്ഥനയെ കേട്ടു. നോക്കുക, യേശു കർത്താവ് നമ്മളെപ്പോലൊന്നും അല്ലല്ലോ. ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ലൂക്കോസ് 1:35 വാക്യത്തിൽ പറയുന്നത് അവൻ ആത്മാവിൽ ഉരുവായെന്നാണ്, ഇല്ലേ? ആത്മാവിനാൽ ഉരുവായി. അതിന്റെ 2-ാം അധ്യായത്തിന് 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു. ഹി വാസ് സ്ട്രോങ് ഇൻ സ്പിരിറ്റ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിൽ മുതിർന്നു വന്നു. 52-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഗ്രൂ ഇൻ ദ ഫേവർ ഓഫ് ഗാഡ്. അങ്ങനെ ആത്മാവിൽ ഉരുവായ, ആത്മാവിൽ വളർച്ച പ്രാപിച്ച, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്ന യേശു 30 വയസ്സായപ്പോൾ പറഞ്ഞു, കർത്താവേ, പിതാവേ, ഞാൻ ആത്മാവിലാണ് ഉരുവായത്, ആത്മാവിലാണ് വന്നത്, പക്ഷേ ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്. ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് വീണ്ടും എന്ത് വേണം? ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു യെസ്. കാര്യം കർത്താവ് പറഞ്ഞു തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര, അത് അവന്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. യേശുവിന്റെ സ്വന്തം അനുഭവം കർത്താവ് പറയാണ്, മോനെ, ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്റെ പിതാവിനോട് അപേക്ഷിച്ചു, അന്നേരം തന്നെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അവന് അയച്ചു. നീ പ്രാർത്ഥിക്ക്. തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സോ വി നീഡ് മോർ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവിന് ബോധ്യമായി അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് മാനുഷികമായ നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എന്താ? മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപഭാരങ്ങളും ഏറ്റെടുത്ത് അതിനെ ചുമന്നൊഴിക്കുന്ന ആ വലിയ ദൈവിക പദ്ധതി നിർവഹിക്കാൻ ആത്മാവിന്റെ കൂട്ട് ആവശ്യമാണെന്ന്. The partnership of the Holy Spirit. So he wanted to see, he never wanted to see that he is alone. He was always with the Father. അവൻ എപ്പോഴും ആരുടെ കൂടെ ആയിരുന്നു? പിതാവിന്റെ കൂടെ ആയിരുന്നു. പക്ഷെ പിതാവിനോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ പറയാണ്, I want to see that I am a partner with the Holy Spirit. Lord or Father, you send your spirit upon me. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ വീണ്ടും അയക്കുക. ആത്മാവിൽ ഉരുവായവനും ആത്മാവിൽ ബലപ്പെട്ടവനും ദൈവത്തിന്റെയും മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു വന്നവനും ആയിരുന്നിട്ടും അവൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ എനിക്ക് അയക്കണമേ. ആൻഡ് അതിന്റെ അർത്ഥം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്, യെസ്, ആത്മാവിന്റെ അഭിഷേകം, അല്ലെങ്കിൽ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ മേൽ എന്ന് പറയുന്ന വാക്ക്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഹിം. കെയിം അപ്പോൺ, അത് പരിശുദ്ധാത്മാവിനാൽ അവൻ സ്നാനമേൽക്കുകയാണ്. ഇൻഫാക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാര്യം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് തന്നെയാണ്, when the spirit of the Lord will come upon you, you shall receive power and you shall be witness. You shall be my witness in Jerusalem, all Judea, Samaria and to the ends of the earth. അപ്പോൾ upon എന്ന് പറയുമ്പോഴത്തേക്ക്, came upon എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണ്? It says about the baptism. So Jesus was baptized not just in the water, he was baptized in the Holy Spirit. എങ്ങനെയുള്ള യേശുവാണ്? ആത്മാവിൽ ഉരുവായവനും ആത്മാവിൽ ബലപ്പെട്ടവനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നവനുമായ യേശു കർത്താവ് സ്നാനമേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു, ആത്മാവ് പ്രാവുരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു, അവന്റെ മേൽ. ആൻഡ് ദാറ്റ് ടൈം ഓൺവേർഡ്സ് he was full of Holy Spirit. അവിടെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് യേശു ആത്മാവ് നിറഞ്ഞവനായി, അല്ലേ, യോർദാൻ വിട്ട് മടങ്ങിപ്പോയി. ആത്മാവ് നിറഞ്ഞവനായി. It was not just upon, or it was not just a baptism. He was full of Holy Spirit. ആത്മാവ് മോളി വരിക മാത്രമല്ല, ഇപ്പൊ എന്തായി തീർന്നു? നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞത് കൊണ്ട് he was led by the Spirit. ആത്മാവ് നിറഞ്ഞവനെയാണ് ആത്മാവ് നയിക്കുന്നത് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവന്റെ വില്ലൊക്കെ പോയി. അതായത് when you are baptized in the Spirit, then you are not decide where you want to go. എവിടേക്കാ പോകണ്ടേ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്. ആരാ തീരുമാനിക്കുന്നത്? It is the Spirit. ആത്മാവാ. എന്തോ ചെയ്യണമെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ആത്മാവാണ്. എന്റെ പൈസ ഞാൻ എന്തോ ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ആത്മാവാ. എന്തോ കഴിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? കഴിക്കുന്ന കാര്യമൊക്കെ ആത്മാവ് തീരുമാനിക്കും. ഞാൻ എന്തോ കഴിക്കണമെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ആത്മാവാണ്. ഞാൻ എന്തോ ഉടുക്കണമെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നേ? ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞേ, ആത്മാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, ആത്മാവ് തീരുമാനിക്കുന്ന അനുസരിച്ച് ഞാൻ ഡ്രസ് ചെയ്യത്തുള്ളത്. ഹല്ലേലൂയ. Can you say everybody? ഒന്ന് പറ. ആത്മാവ് തീരുമാനിക്കുന്നത് അനുസരിച്ചാണ് ഞാൻ ഡ്രസ് ചെയ്യാൻ പോകുന്നത്. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സ്റ്റേജ്. എന്തുകൊണ്ടാണ്? Because he was full of Holy Spirit. Full of Holy Spirit. അത് ആത്മാവിന്റെ ഒരു പ്രത്യേകത.
അവൻ വന്നു കഴിഞ്ഞാൽ അതങ്ങ് നിറയ്ക്കും. നിറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത ഞാൻ ഒരിക്കലും പറഞ്ഞതാണ്, നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും സ്പേസ് ഇല്ല. യേശുവിനെ ആത്മാവ് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പറഞ്ഞുവിടാൻ കാര്യം എന്നറിയാമോ? ആത്മാവിന് ഒരു കാര്യം അറിയാമായിരുന്നു, എന്നറിയാമോ? ഇവന്റെ ഉള്ളിൽ ഇനി വേറെ സ്പേസ് ഒന്നുമില്ല. പിശാച് എന്തോ പരീക്ഷണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് കയറാനുള്ള സ്പേസ് വേണമെന്ന്. നമ്മളൊക്കെ ഈ പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളൊക്കെ വീണു പോകുന്നതിന്റെ കാര്യം എന്നറിയാമോ? സ്പേസ് ബാക്കി കിടക്കുന്നുണ്ടാ. പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വി ഹാവ് ഇനഫ് സ്പേസ്. കാര്യം ഇച്ചിരേ ഉള്ള ആത്മാവ്, ബാക്കിയുള്ള സ്പേസ് ഇങ്ങനെ കിടക്കുകയാണ്. അവിടോട്ട് കൊണ്ട് പിശാച് കൊണ്ട് ഇതെല്ലാം ഇടും. പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള ഏക മാർഗം എന്നറിയോ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? To be filled with the Holy Spirit. If you are full of Holy Spirit, then Satan can never touch you. ഹല്ലേലൂയ. അസംതൃപ്തി ഉള്ളവനെ പിശാച് പിടിക്കും. കാര്യം അസംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പേസ് ആണ്. വാക്യൂം കിടക്കുമ്പോഴാണ് അസമാധാനം ഉണ്ടാകുന്നത്. വെൻ ഇറ്റ് ഈസ് ഫുൾ, അല്ലേ? ഫുൾ ആണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു കുപ്പിക്കകത്താണെങ്കിലും കുപ്പി ഫുൾ ആണെങ്കിൽ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല. കുപ്പിക്കകത്ത് പകുതിയേ ഉള്ളെങ്കിൽ വെള്ളം അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും അങ്ങോട്ടും ഓടും. ഇങ്ങനെ കുപ്പിയുടെ മൂവ്മെന്റ് അനുസരിച്ച്. am I right? ശരിയല്ലേ? കുപ്പി ഫുൾ ആണെന്ന് വെച്ചോ, there is no more, ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇല്ല. നമ്മൾ ശരിക്കും കുപ്പി അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി കഴിഞ്ഞാൽ വെള്ളം മൂവ് ആവുമോ? ഇല്ല. എന്തുകൊണ്ടാണ് മൂവ് ആകുന്നത്? there is space. ഇതേപോലെ തന്നെ എന്താ നമ്മുടെ എല്ലാ അസമാധാനത്തിന്റെയും അസംതൃപ്തിയുടെയും ഒക്കെ കാര്യം എന്നറിയാമോ? ആത്മാവ് അവിടെ ഫില്ലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ ഉടനെ പറയണം, കർത്താവേ എനിക്ക് കൂടുതൽ ആത്മാവിനെ വേണം. കാര്യം ചില സ്പേസ് കിടപ്പുണ്ട്, അതുകൂടെ നിറയ്ക്കണം. അസംതൃപ്തി വരുന്നു, എനിക്ക് ഒരു സങ്കടം വരുന്നു, എനിക്കൊരു ദേഷ്യം വരുന്നു, എനിക്കൊരു കയ്പ് വരുന്നു. കർത്താവേ എനിക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക വരുന്നു. അപ്പൊ എന്തോ ചെയ്യണം? കർത്താവേ എനിക്ക് ആത്മാവിനെ വേണം. അപ്പൊ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇൻഫില്ലിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അന്നേരം എല്ലാം എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം? ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്നാലും അവൾ എന്നോടത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയറി വരാൻ കാര്യം എന്താണെന്നറിയാമോ? ആത്മാവ് ഫുള്ളല്ല. കർത്താവേ ഉടനെ മുട്ടുകുത്തിക്കണം. കർത്താവേ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് കിടപ്പുണ്ട്, അവിടെ കൂടെ ഒന്ന് നിറയ്ക്കണേ. അങ്ങനെ ആത്മാവിനാൽ നമ്മളെ തന്നെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിരിക്കും.